എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ റീഡിങ് മൂവിങ് ഓൺ നോക്കിയിട്ട് എത്ര നാളായല്ലേ? അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തടയുമോ തടയില്ലേ? ഒന്ന് പെട്ടെന്ന് ഓർത്തത് മൂവിങ് ഓൺ നോക്കിയിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കറണ്ട് എനർജി ഫീലിങ്സ് തോട്ട്സ് ഇതൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ? അല്ല മൂവ് ഓൺ എന്ന് പറയുമ്പോൾ പൊയ്ക്കോ എന്ന് പറയാനാണോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അല്ലേ? നോക്കിയാലോ, നമുക്ക് ഓർക്കുക. ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ? കാരണം നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, കറണ്ട് എനർജി, അങ്ങനെ എന്ത് തന്നെ ആയാലും കറക്റ്റായിട്ട് കണക്റ്റ് ആവുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. അതേപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് റെസനേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി യോട് എൻ്റെ വ്യൂവേഴ്സ് അവർ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിനോട് എൻ്റെ വ്യൂവേഴ്സ് അവർ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവർ പോകാൻ അനുവദിക്കുമോ? അവരെ തടയുമോ? എന്താണ് അവർ ചെയ്യുക? പേജ് ഓഫ് പെൻറ്റക്കിൾസ് താഴെ വീണ കാർഡ്സാണ്. 7 ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ശരി, ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് സ്വാർഡ്സ്, Emperor, okay, 4 of Wands, good, 2 of Wands, Death, ശരി, 10 of Cups, Sun, bottom of the deck വന്നിട്ട് Temperance. ഇതിൻ്റെ റീഡിങ് പറയുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ കാര്യം, ഒരു ഗൈഡൻസ് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് നിങ്ങളിൽ പലരും കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ്സ്, കുറേ അധികം ടാരോ റീഡിങ്സ് പല ചാനലിലായിട്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇന്ന കാർഡിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന്. അപ്പോൾ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് വേറൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഇവിടെ പറയുക. ഉടനെ നിങ്ങൾക്ക് കൺഫ്യൂഷനായി, ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു, അതെന്താ അങ്ങനെ, ആ കാർഡിൻ്റെ അർത്ഥം ഇന്നതല്ലേ, അപ്പം മാഡം പറഞ്ഞത് വേറെ ആണല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് കാരണം ഓരോരുത്തർക്കും പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റീഡിങ്സും കൂടിയുള്ളപ്പോൾ ഇങ്ങനത്തെ ക്വറീസിന് റിപ്ലൈ ചെയ്യാൻ എല്ലാവരും അപ്ഡേറ്റ് ഇട്ടാൽ കാണൂല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സോറി, ഒരു 5 മിനിറ്റ് എടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ഇത് ഒറ്റ കാർഡായിട്ടല്ല ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിന് ചുറ്റുമുള്ള കാർഡ്സ്, മുകളിലും താഴെയുള്ള കാർഡ്സ്, അങ്ങനെ പലതും കൺസിഡർ ചെയ്തിട്ടാണ് ഒരു റീഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ നിങ്ങളെ ടാരോ പഠിപ്പിക്കേണ്ടി വരും. അതുമാത്രമല്ല, നമ്മൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കുന്നത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട്, കൊല്ലങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അത് 1-2 ദിവസം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പലരുടെയും റീഡിങ്സ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ ഒരു 10 കാർഡ് തന്നിട്ട് ഇന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓരോ കാർഡും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് സ്ട്രെസ് എടുക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് വന്ന കാർഡ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് ടാരോ റീഡേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വിശ്വസിക്കൂ കേട്ടോ. ഒറ്റയ്ക്ക് ഒരു കാർഡ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവാണ് അങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ, ഇന്നത്തെ സ്പ്രെഡ് വന്നതിൽ ഇന്നതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളായിട്ടൊരു കാർഡ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ടെൻഷൻ എടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഇന്നത്തെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ
ഉടനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും, ഡെസ്പറേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്താൻ ശ്രമിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അവരെവിടെയാണോ, എന്ത് തടസ്സങ്ങളാണോ ആ തടസ്സങ്ങളെല്ലാം ചാടിക്കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്താൻ ശ്രമിക്കും. നിങ്ങളെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്, നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളെ തടയാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ അങ്ങനെ സാധിക്കുമോ എന്നൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അവർക്ക് എന്തുമാത്രം സ്നേഹമാണ്, റെസ്പെക്റ്റാണ്, നിങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെല്ലാം അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. എത്ര ദൂരദേശത്താണ് ഇവർ ഇരിക്കുന്നതെങ്കിലും അടുത്ത വണ്ടി പിടിച്ചവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, സ്വിഫ്റ്റായിട്ടൊരു ആക്ഷൻ, പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. എന്ത് സ്റ്റക്ക് സിറ്റുവേഷൻ ആയാലും, അത് എന്ത് ഡിഫറൻസസ് ആവട്ടെ, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഏജ്, എന്ത് തന്നെ അവിടെ തടസ്സം വന്നാലും ശരി, അവർ മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു ബോധം അവർക്ക് വരും. ഓക്കെ, അവിടെ നിന്ന് അവരോടി അവർക്കൊരു തലയ്ക്ക് വെളിവ് വരിക എന്ന് പറയില്ലേ, ആ ഒരു റിയലൈസേഷൻ അവർക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. അതും നിങ്ങൾക്കായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് ആണ് അവർ വരിക. എംപറർ വെച്ചിട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, അവരുടെ പാരൻസിൻ്റെ അടുത്ത്, ഇവർ മാരീഡ് അല്ല, അവിടെ വേറെ സ്പൗസ് കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരുടെ പാരൻസിൻ്റെ അടുത്ത്, എസ്പെഷ്യലി ഫാദറിൻ്റെ അടുത്ത് ഈ കാര്യം, അതായത് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങളെ എന്നുള്ള രീതിയിൽ അവർ അറിയിക്കും എന്നും കാണുന്നു. അത് ആ ഒരു ആലോചന മുന്നോട്ട് പോകുന്നതായിട്ടും വിവാഹത്തിലേക്ക് എത്തുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ, അതായത് പാരൻ്റൽ പ്രഷർ അല്ലാതെ ലോങ് ഡിസ്റ്റൻസിലുമാണ്, അവർക്ക് അവിടെ സ്പൗസ് കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു തടസ്സമുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. സിറ്റുവേഷൻ ഇന്നതാണ് എന്നറിയില്ലേ, അപ്പോൾ ഒരു ബാലൻസിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, അവിടെ തടസ്സങ്ങൾ പറഞ്ഞ് നിങ്ങൾ, സോറി ഞാൻ ഇടയ്ക്കൊന്ന് കട്ടാക്കി കേട്ടോ, കാരണം ഞാനത് ഇവിടെ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം അപ്പുറത്തെ പട്ടി ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട് അടുത്ത വീട്ടിൽ, അതിങ്ങനെ ഓരിയിടുക പറയില്ലേ, ഓരിയിട്ടിട്ട് എനിക്കത് റീഡിങ്ങിൻ്റെ ഇടയിൽ ഓരിയിടുന്ന ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് കാരണം ഞാൻ അവിടെ വെച്ച് കട്ടാക്കി. ഞാൻ എന്നിട്ട് ഒരു ഭാഗം മുതൽ രണ്ടാമത് പറയുകയാണേ. അപ്പോൾ ഒന്നും വിചാരിക്കേണ്ട, ഒരു ഡിസ്കണ്ടിന്യൂറ്റി തോന്നുകയാണെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ 2 of Wands'ലാണ് ഞാൻ നിർത്തിയത്. ഞാൻ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്ന് അവരൊരു കോണ്ടാക്റ്റിലേക്ക്, റെഗുലർ കോണ്ടാക്റ്റിലേക്ക് വരാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യും എന്നും കാണുന്നു. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർക്ക് സ്പൗസ്, കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവർ നിങ്ങളുടെ റിലേഷനിലേക്ക് മുന്നോട്ട് വരികയുള്ളൂ. അത് നിങ്ങളോട് അവർ പറയുകയും ചെയ്യും കേട്ടോ. അതായത് ഒരു പാരലൽ റിലേഷൻഷിപ്പായിട്ട് മാത്രമേ, മ്യൂച്വൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ അവരൊരു പ്രോമിസ് തരികയുള്ളൂ കേട്ടോ. എന്തായാലും അവർ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളാണ് അവരുടെ ലൈഫിലെ സന്തോഷം പകർന്നു കൊടുക്കുന്ന വ്യക്തി, നിങ്ങളാണ് അവരുടെ പോസിറ്റിവിറ്റി, നിങ്ങളാണ് അവരുടെ ലക്ക്, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്ന് അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, അതേപോലെ നിങ്ങളെന്തെങ്കിലും രീതിയിൽ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളാം എന്നും അവർ പറയും. ഓക്കെ, ഒരു ബാലൻസിൽ, എല്ലാം തന്നെ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഭാഗത്തു നിന്നും ഒരു 100% എഫേർട്ട് ഉണ്ടാവും എന്ന് അവർ തീർച്ചയായിട്ടും നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ പറയും, നിങ്ങളെ അവർക്ക് ഒരു കാരണവശാലും വിട്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്കും അത് പറ്റില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും അവർ പറയും. ഓക്കെ, കാരണം പരസ്പരം നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, പരസ്പരം ഒരു ബന്ധനമുള്ളവരാണ് എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് അവർ ചോദിക്കും കേട്ടോ. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതി നീ എവിടെ പോയാലും ഞാൻ അവിടെ വരും എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, അങ്ങനെ.
നൈറ്റ് ഓഫ് വൺസ് ക്വിക്ക് ആക്ഷൻ, ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഒന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. ലവേഴ്സ്, അവരുടെ സ്നേഹം അവർ ഓടി വന്ന് പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ കെട്ടിപ്പിടിക്കുക, നിങ്ങളെ അനുനയിപ്പിക്കുക, ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക, അങ്ങനെ എന്നെ വിട്ടു പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ പല രീതിയിൽ സംസാരിച്ച് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈവൺ എബ്രോഡൊക്കെ ആണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറി ഇങ്ങ് പോരും. ഓക്കെ, എന്നിട്ട് പറയും ഇച്ചിരി കാലം ഒന്ന് ക്ഷമിക്കൂ, ഡിവൈൻ ടൈമിങ്ങിന് നമുക്ക് വെയിറ്റ് ചെയ്യാം, എല്ലാം ശരിയാവും. ഒരു സമയം അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ എന്ന് നിങ്ങളുടെ അടുത്ത് അവർ ചോദിക്കും. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, ഒരിക്കലും അവരെ വിട്ടു പോവരുത് എന്നുള്ള ഒരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. എന്ത് നിങ്ങൾ പറയുമായിരിക്കും അങ്ങോട്ട്, നിങ്ങൾക്ക് എന്താ ലൈഫിൽ നിങ്ങൾ ഹാപ്പി അല്ലേ, ഞാനല്ലേ അധികം പറ്റുക ഉള്ള രീതിയിൽ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അവർ പറയും അങ്ങനെയല്ല, നീയും കൂടി വന്നാലേ എൻ്റെ ലൈഫ് പൂർണ്ണമാകുന്നുള്ളൂ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നവർ പറയും. മറ്റു ചിലർ ആ ജഗ്ലിങ്, എന്തുകൊണ്ടാണ് അവർ ആ ജഗ്ലിങ് ഫേസ് ചെയ്യുന്നത്, സിറ്റുവേഷൻസ് നിനക്കറിയില്ലേ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മിക്കവാറും തേർഡ് പാർട്ടി ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് താങ്കൾക്ക് അറിയില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ വേണ്ടത്, എന്നെ വിട്ടിട്ട് പോകാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. വല്ലാത്ത ടെൻഷനിലാവും, കരയുമായിരിക്കും, എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് വഴക്കിടുമായിരിക്കും, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡാണേ. ലാസ്റ്റ് കാർഡ് ഞാൻ എപ്പോഴും ഒന്ന് ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പ്ലീസ് ഗിവ് മീ ദ ലാസ്റ്റ് കാർഡ്. കൂടുതലായും നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. സിറ്റുവേഷൻസ് ഇന്നതാണ്, നമുക്ക് ഇരുന്ന് സംസാരിച്ച് തീരുമാനിക്കാം, എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത്, ഞാൻ വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്താ കണ്ടത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മൂവിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിക്കില്ല, നിങ്ങളെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഗൈഡൻസും കൂടി ഒന്ന് എടുത്തേക്കാം. ഡിവൈൻ ഗൈഡൻസ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഡിവൈൻ ഗൈഡൻസ് തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർ മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഡിവൈൻ അത് നല്ല രീതിയിൽ കലാശിക്കുമോ എന്നുള്ളതിനെ അവർക്ക് ജനറലായിട്ടും ഒരു ഗൈഡൻസ് കൊടുക്കും പ്ലീസ്. വെഡ്ഡിങ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്, തീർച്ചയായും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് തരും എന്ന് തന്നെ പറയുന്നു കേട്ടോ. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടേഴ്സ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. പലർക്കും ഫൈനാൻഷ്യൽ ഘടകങ്ങൾ ഉണ്ട്, ഒരു എന്താ പറയുക, എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിനെ എന്ന് കാണുന്നുണ്ട്. അതെല്ലാം ശരിയായി വരും, കാരണം ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായും നിങ്ങൾക്ക് വരുന്നു എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. ഹാർട്ട് ടു ഹാർട്ട് കൺവെർസേഷൻസ്, ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. സംസാരമാണ്, കൺവെർസേഷൻസ് ആണ് നിങ്ങളുടെ ഇടയിൽ വേണ്ടത്, തുറന്ന് സംസാരമാണ് ചെയ്യേണ്ടത് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്, കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും തുടർന്ന് വന്നിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടെ എന്ന് ഡിവൈൻ പറയുന്നു. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഗിവ് യുവർ റിലേഷൻഷിപ്പ് ആ ചാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടി കൊടുക്കുക. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ സംസാരിച്ച് ശരിയാക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞേ, അതായത് തുറന്ന സംസാരമാണ് നിങ്ങളുടെ ഇടയിൽ വേണ്ടത് മെയിനായിട്ട് എന്നാണ് കാണുന്നത്. എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് നിങ്ങൾക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. സ്റ്റേ ഓപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. ആദ്യം പോസിറ്റീവ് തിങ്കിങ് കീപ്പ് ചെയ്യുക, എല്ലാം നല്ലതായി വരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം, എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ.
2-3 കാർഡ് കൂടി എടുക്കാം. അൺറിക്വിറ്റഡ് ലവ്, ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. നിങ്ങൾ തുറന്ന് സംസാരിച്ച കാര്യങ്ങൾ, തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു സ്നേഹം കുറയാൻ കാരണമായിരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ച ആ കാര്യം സോൾവ് ചെയ്ത ആ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും പ്രോബ്ലമായിട്ട് നിങ്ങളൊരു വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ആണെങ്കിൽ തീർച്ചയായും സംസാരിച്ച് ശരിയാക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പാരൻസ്. ചിലപ്പോൾ പാരൻസിൻ്റെ ഇടപെടലൊക്കെ കൊണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്കായതും പിരിഞ്ഞു നിൽക്കുന്നതും ഒക്കെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ സംസാരിച്ച് ശരിയാക്കാനാണ് പറയുന്നത്. പാരൻസിനോട് ക്ഷമിക്കാനും പറയുന്നുണ്ട് കേട്ടോ. 2 കാർഡ് കൂടി എടുക്കാൻ. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുക. മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ളത് ഇരുന്ന് തീരുമാനിക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. എല്ലാം ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം ഒരു അവസാന തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. നിങ്ങളുടേതൊരു ട്രൂ ലവ് തന്നെയാണ് എന്നും ഡിവൈൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്ന് വിചാരിച്ച് എടുത്തു ചാടി തീരുമാനം എടുക്കാതെ, ഡിഫറൻസസ് ഉണ്ടെങ്കിൽ സംസാരിച്ച് തീരുമാനിക്കുക. തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, ഡിസ്കസ് ചെയ്യൂ, ഇരുന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നതാണ്, എങ്ങനെ പരിഹരിക്കാം, അങ്ങനെ സംസാരിച്ച് മനസ്സ് തുറന്ന് പരസ്പരം സംസാരിച്ച് ആ പഴയ സ്നേഹം തിരിച്ചു കൊണ്ടുവന്ന് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ചെയ്യൂ കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ, കമൻറ്റും കൂടെ ചെയ്യൂ കേട്ടോ. പോസിറ്റീവ് എനർജീസ് ഉള്ള റീഡിങ്സ് വരുമ്പോൾ 222 അല്ലെങ്കിൽ 111 നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. വേറെന്താണ്, അപ്പോൾ എല്ലാവരും അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.